വയനാട് പുത്തുമല ഹൃദയഭൂമിയിൽ നിന്ന് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു മേപ്പാടി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികൾ. ഉരുൾ ദുരന്തത്തിൽ നാടിനെ വിട്ടുപിരിഞ്ഞവർക്ക് ആദരമർപ്പിക്കാൻ TCC MLAയുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥികൾ ഹൃദയഭൂമിയിൽ ഒത്തുചേർന്നത്. സർവ്വതും ഉരുളെടുത്ത നാട് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കുറെ ഓർമ്മകൾ മാത്രമാണ് ബാക്കി. ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകർ അന്ത്യവിശ്രമം കൊള്ളുന്ന പുത്തുമലയിലെ ഹൃദയഭൂമിയിലേക്ക് അവർ എത്തി. മേപ്പാടി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികൾക്കൊപ്പം ബ്ലോക്ക്, ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥികളും ഒത്തുചേർന്നു. പുഷ്പാർച്ചനയിലും പ്രാർത്ഥനയിലും പ്രവർത്തകരും പങ്കെടുത്തു. സർക്കാരിന്റെ അവഗണന നേരിട്ടെങ്കിലും മേപ്പാടിയിലെ UDF ഭരണസമിതി ദുരന്തബാധിതർക്ക് പരമാവധി സഹായം എത്തിച്ചെന്ന് T. സിദ്ദിഖ് MLA. തീർച്ചയായും പൊതുസമക്ഷം ഇതെല്ലാം തന്നെയുണ്ട്. ദുരന്തബാധിതരെ ചേർത്ത് നിർത്താൻ അവർക്കാവശ്യമുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, സമ്പൂർണമായി അവരെ പുനരധിവസിപ്പിക്കാൻ, അതിജീവനത്തിന്റെ പാതയ്ക്ക് കരുത്തു പകരാൻ UDFന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ യാത്ര ഈ ഹൃദയഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ ആകെയുള്ള 23-ൽ 14 സീറ്റിൽ കോൺഗ്രസും 9 എണ്ണത്തിൽ മുസ്ലിം ലീഗുമാണ് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഉരുളില്ലാതാക്കിയ മുണ്ടക്കൈ എന്ന വാർഡ് മാറി ചൂരൽമല മുണ്ടക്കൈ എന്ന ഒറ്റ വാർഡിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അതിജീവനം തുടരുന്ന മേപ്പാടിയിൽ UDF തുടരണമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രചാരണം. ന്യൂസ് മലയാളം, വയനാട്.